എന്താണ് യഥാർത്ഥത്തിൽ കാരണം ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കാൻ? അത് അത് ഈ കാര്യത്തെ എനിക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് പിണറായിയും അദ്ദേഹം തമ്മിലെ വിരോധത്തിനെ വെച്ച് അളക്കുമ്പം ഇതൊരു 5%, പിണറായി 95%. അദ്ദേഹം എനിക്കെതിരെ പണിയെടുത്തിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെതിരെ പണിയെടുത്തു. അതായത് 2016 തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. പരാജയപ്പെട്ടതിനെ തുടർന്ന് അങ്ങേക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കക്കാടംപൊയിലെ പാർക്കാണെങ്കിലും തരിശു ഭൂമി വിവാദത്തിൽ ഉൾപ്പെടെ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോയതും കേസ് കൊടുത്തതും ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങനെയാണ്. അതിന് തിരിച്ച് ഞാനും കേസ് കൊടുത്തിട്ടുണ്ട്. അതവിടെ വിട്ടു. ഇവിടെ വിഷയം ഞാൻ ഇവരെ കൂടെ നിന്ന് മത്സരിച്ച് ഷൗക്കത്ത് തോറ്റാൽ എന്തായി? എന്താ നിങ്ങളാരും ചിന്തിക്കാത്തത്? തോറ്റാൽ PV അൻവർ അവസാനിച്ചു, പിണറായിസും അവസാനിച്ചു, ഈ പറയുന്ന ആന്റി ഇൻകംബൻസി അവസാനിച്ചു. ഫിനിഷ്. UDF ഫിനിഷാണ്. ഒരു മിനിറ്റ്, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു വേണാക്കട്ടെ, പിന്നെയും ചോദ്യം ചോദിക്കല്ല. UDF ഫിനിഷാണ്. പിന്നെ ആ UDF കൊണ്ട് എന്താ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിന് എന്നർത്ഥം? ഷൗക്കത്ത് ജയിക്കൂല, ഒരു കാരണവശാലും ജയിക്കില്ല. 2016 മത്സരിക്കുമ്പോൾ എങ്ങനെ 12,000 വോട്ടിന് അദ്ദേഹം തോൽക്കുന്നത്? 21 പ്രകാശുവിനോട് മത്സരിക്കുമ്പോൾ 2,700 വോട്ട്, 9,000 വോട്ട് എങ്ങനെയാണ് കൂടിയത്?